മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ. മത്തായി 15-ന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. യേശു അവിടം വിട്ടു സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ശ്രദ്ധിക്കണം ദൈവമക്കളെ, വേദപുസ്തകത്തിൽ വളരെ സുപരിചിതമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വേദശകലമാണ് നമ്മൾ വായിച്ച കേൾക്കുവാൻ ഇടയായത്. ഈ വേദശകലത്തിൽ ഒരു കനാന്യ സ്ത്രീ വന്ന് യേശുവിൽ നിന്ന് ഒരു അത്ഭുതം പ്രാപിക്കുന്ന ചരിത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് കേട്ടോ. എന്നാൽ ഈ ചരിത്രം നമ്മൾ പഠിക്കുവാൻ തക്കണം ഇടയാകുമ്പോൾ ഇതിനകത്ത് യേശു പറയുന്നൊരു കാര്യമുണ്ട്. ഈ സ്ത്രീയെ നോക്കിയിട്ട് പറയുക, അല്ല സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ശബ്ദമുയർത്തി പറഞ്ഞേ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ഹല്ലേലൂയ. യേശുവിൻ്റെ ഈ പറച്ചിൽ നമ്മളൊന്ന് അപഗ്രഥിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ഈ ഭാഗം മാത്രമല്ല, വേദശകലങ്ങൾ പലതും ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ യേശു ഈ വിശ്വാസം സംബന്ധിച്ച് പലരോട് പല കാര്യങ്ങൾ പറയുന്നത് കാണുവാൻ കഴിയും കേട്ടോ. ചില ഘട്ടങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന ചിലതിനെ നോക്കിയിട്ട് ഒറ്റ വിളിയാണ്, അല്പവിശ്വാസികളെ കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ സംശയിച്ചത് എന്തിനാ ചോദിക്കുവാൻ തക്കണം ഇടയാവും. വേറെ ചില ഘട്ടങ്ങളിൽ കൂട്ടമായി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കേട്ടോ, ഹല്ലേലൂയ, ഒരാളെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ബാക്കി ജനത്തോട് പറയാം, ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ഈ സ്ത്രീയെ നോക്കി പറയുക, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയതാണ്, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഈ പറച്ചിലൊക്കെ കേൾക്കുവാൻ തക്കണം ഇടയാകുമ്പോൾ നമുക്ക് ഉള്ളിൽ അങ്ങ് തോന്നിപ്പോകും, യേശു ഒരുമാതിരി ടേപ്പ് അല്ലെങ്കിൽ സ്കെയിലും കൊണ്ട് നടക്കുകയാണ്. എന്തിനാ? നാട്ടുകാരുടെ വിശ്വാസത്തെ അളക്കുവാൻ തക്കവണ്ണം. യേശു ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും. ഹലോ, ഞാൻ പറയട്ടെ, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, അതെ, അവൻ ചെയ്യും. വിശ്വാസത്തെ അളക്കുന്നവനാണവൻ കേട്ടോ. ഹല്ലേലൂയ. എന്തിനാ വിശ്വാസം അളക്കുന്നത്? ഹല്ലേലൂയ. ഇത്ര മാത്രം ഞാൻ ഇങ്ങനെ പറയാം. ഹല്ലേലൂയ. വിശ്വാസം അളക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. വലിയ വിശ്വാസത്തിന് വലിയ പ്രതിഫലവും, ഹല്ലേലൂയ, അല്ലാത്തതിന് അതിനൊത്തവണ്ണവും നൽകി കൊടുക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ലെന്ന് എബ്രായ ലേഖനം 11:6 പറയുന്നുണ്ട്. അല്ല, അതുപോലെ തന്നെ നീ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ലഭിക്കും എന്നും മർക്കോസ് സുവിശേഷത്തിൽ കാണുവാൻ തക്കണം ഇടയാകും. അർത്ഥമെന്താ? അവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ, അവങ്കിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ വിശ്വാസം വേണം. പ്രാപിക്കുന്നത് എത്രയാണെന്ന് അളവ് നിർണ്ണയിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം ആണ് താനും. കാര്യങ്ങൾ മനസ്സിലാകുന്നെങ്കിൽ കരങ്ങളൊന്ന് ചേർത്തടിച്ച് എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ തുടങ്ങിക്കാൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താ? യേശുവിൻ്റെ അടുക്കലേക്ക് വരണമെങ്കിൽ ശരിക്കും ഒരു വിശ്വാസം വേണം കേട്ടോ. അവനെക്കുറിച്ച് ചില വർത്തമാനങ്ങൾ കേൾക്കേണ്ടതിന് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ കർത്താവ് തന്നെ ഇടവരുത്തും. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെ പറയുവാൻ തക്കണം ഇടയാവും, ഞാൻ സുവിശേഷം കേട്ടു. അനുഭവസ്ഥരായിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ പിന്നത്തേതിൽ പറഞ്ഞു തരും, അല്ല, അത് തെറ്റാ, കർത്താവ് കേൾപ്പിച്ചു എന്ന് പറയണം. ഹല്ലേലൂയ. സുവിശേഷം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ചിലർ അവകാശവാദം മുഴക്കും. ഞങ്ങളെപ്പോലെയുള്ളവർ പറഞ്ഞു കൊടുക്കും, അല്ല, അത് മനസ്സിലാക്കാൻ ദൈവം കൃപ ചെയ്തതാ. ഹല്ലേലൂയ. ഞാനത് കേട്ടോടനെ അംഗീകരിച്ചു. തോമാച്ചനെ പോലെ അല്ല, സെബാസ്റ്റ്യൻ കുട്ടിയെ പോലെ അല്ല. ഞാൻ പറയും, അല്ലല്ലല്ല, അത് അംഗീകരിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ പറയും, അല്ല, കൃപയാലല്ലോ, വിശ്വാസം മൂലം നീ രക്ഷിക്കപ്പെട്ടത്. കാരണം എന്താ? ഒരു ജഡവും ദൈവം മുമ്പാകെ പ്രശംസിപ്പാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, കൃപയാലാണ് ഈ കാര്യമെല്ലാം നടക്കുന്നത്. കൃപയാലായി കാര്യമെന്നത്. പക്ഷെ കൃപയാൽ നൽകപ്പെടുന്ന ഈ വിശ്വാസം മൂലം നമ്മൾ രക്ഷ പ്രാപിച്ച് അവൻ്റെ അടുക്കൽ എത്തിപ്പറ്റുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയും, ക്രിസ്തേശുവിൽ അങ്ങനെ ആയിരിക്കുന്ന നമ്മളെ ആ സ്വർഗരാജ്യത്തിലുള്ള സകല ആത്മീക നൽവരങ്ങളാലും കർത്താവ് അനുഗ്രഹിപ്പാൻ തക്കണം ഇടയാവും. പക്ഷേ ആത്മാവിൽ പ്രാപിക്കുന്ന ഈ അനുഗ്രഹം ഭൗമമണ്ഡലത്തിൽ നമുക്ക് പ്രാപ്യമാകുവാൻ, കൈവശാവകാശമായി തീരുവാൻ തക്കവണ്ണം നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിലും ഓരോ നിമിഷത്തിലും നമ്മുടെ വിശ്വാസം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. We need to act in faith, live in faith.
എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന കർത്താവിൻ്റെ വചനം പറയുവാൻ തകൊണ്ടുമിടയാകും. അപ്പോൾ ഈ ശരീരം, ഈ കാണുന്നത്, ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പോലെയാണെങ്കിൽ ഈ ഹാർഡ്വെയർ മുമ്പോട്ട് പോകേണ്ടതിന് അകത്ത് ദൈവം വെച്ചിരിക്കുന്ന പ്രോഗ്രാം, സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ. ആ വിശ്വാസത്താൽ എല്ലാം നിയന്ത്രിക്കപ്പെടണം. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അവിധം വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തകൊണ്ടുമിടയാകുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഹല്ലേലൂയ, സൈഡിൽ നിന്നുകൊണ്ട് സ്കെയിൽ വെച്ച് ടേപ്പ് വെച്ച് ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കും. അവൻ്റെ വിശ്വാസം എത്രയുണ്ട്? ഇത്രയാണോ? അത്രയുള്ളത് കൊടുക്കുക. ഇച്ചിരൂടെ ഉണ്ടോ? എന്നാ അത്രയും കൊടുക്കുക. ഭയങ്കര വിശ്വാസമാണോ? അങ്ങനെയാണെങ്കിൽ വൻ കാര്യങ്ങൾ കൊടുക്കുക. കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മാർക്കിടുകയാണോ കർത്താവ്? അല്ല. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ആവശ്യമുള്ള പ്രോത്സാഹനം തരികയാണ്. മറ്റുള്ളവരോട് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ നമ്മൾ പ്രാപിക്കുന്നത് കാണിച്ചു കൊടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക, നീയും വിശ്വസിക്കുക, നിനക്കും ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ദാറ്റ്സ് വാട്ട് ഗോഡ് ഈസ് ട്രൈയിങ് ടു ഡു. അപ്പോൾ ഹല്ലേലൂയ, നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? വിശ്വസിച്ച് രക്ഷ സ്വീകരിക്കുകയും വിശ്വാസത്താൽ ജീവിക്കേണ്ടതിന് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നു കഴിഞ്ഞാൽ സ്കെയിലും പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ അളക്കുവാൻ നിൽക്കുന്ന കർത്താവ് നിശ്ചയമായി നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യും. ഉറപ്പുള്ള കാര്യമാണ്. കാര്യം ഗ്രഹിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യും. പിശാചി ശോധന ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. കർത്താവ് ശോധന നടക്കേണ്ടതിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. പല വിധത്തിലാണ് വിശ്വാസം ശോധന ചെയ്യപ്പെടുന്നത് കേട്ടോ. നമുക്കറിയാം, പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഇടിച്ചു കയറുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞാശ്വസിക്കുന്ന ഒരു കാര്യം, ഇത് വിശ്വാസത്തിൻ്റെ ഒരു ശോധനയാണ്, പിടിച്ചു നിൽക്കണം. നമ്മൾ നമ്മളോട് തന്നെ പ്രബോധനം പറയും. സത്യമാണ്. പക്ഷേ പ്രകടമായി ഇவ்விധത്തിലുള്ള ചിലതിനെ ലോകം വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പേർ വിളിക്കുവാൻ തക്കൊണ്ടമിടയാകുമ്പോൾ ഞാൻ പറയട്ടെ, ഈ അത്ഭുതം നമ്മളോട് അറിയിക്കുന്ന മറ്റ് ചില പ്രത്യേക രീതിയിലുള്ള വിശ്വാസത്തിൻ്റെ ശോധനകളുണ്ട്. ഇതെന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. എന്തിനാ? ഇത് നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു കയറുന്ന സമയത്ത് അതിനെ നന്നായി തരണം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ നമുക്ക് ഇടവരേണ്ടതിനാണ് ഇതിനെ തിരിച്ചറിയേണ്ടുന്നതെന്ന് ഞാൻ പറയുന്നത്. എന്താ വിശ്വാസത്തിൻ്റെ ശോധന ഇവിടെ കാണാൻ കഴിയുന്നത്? നോക്കൂ, ഈ സ്ത്രീ, കനാന്യ സ്ത്രീ, വീട്ടിലൊരു വലിയ പ്രശ്നം അഭിമുഖീകരിക്കുകയാണ്. എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, തൻ്റെ മകൾക്ക് ഭൂതോപദ്രവം വന്നിരിക്കുകയാണ്. എന്താ ഈ ഭൂതോപദ്രവം? ഗന്ധർവം കൂടുന്ന പോലത്തെ പരിപാടിയാണോ? അങ്ങനെ വേണേ പറയാം. ഹല്ലേലൂയ. ഏതാണ്ട് ഒരു സാധനം കയറി കൂടി. സംഭവം അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രൻ ചേട്ടൻ്റെ പരിപാടിയല്ല, ഇതൊരു അമാനുഷിക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ കൈയുടെ ബലം കൊണ്ട്, കാശിൻ്റെ പെരുപ്പം കൊണ്ട്, ആൾബലത്താൽ, സ്വാധീനത്താൽ ഒന്നും ഇതിനെ അടിച്ച് പുറത്താക്കാൻ ഒക്കത്തില്ല. ഇതിന് ഈ അമാനുഷിക ശക്തിയുടെ പ്രശ്നമുണ്ടാക്കുന്ന പ്രവണതയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ കർത്താവിൻ്റെ ശക്തി ആവശ്യമാണ് കേട്ടോ. സൈന്യത്താൽ നടക്കുകയില്ല, ശക്തിയാൽ നടക്കുകയില്ല. ദൈവം തമ്പുരാൻ തൻ്റെ ആത്മാവിനാൽ പ്രവർത്തിച്ചല്ലാതെ ഒരു വിടുതൽ ഇവിടെ കണ്ണിന് കാണുവാൻ ഒക്കത്തില്ല. അങ്ങനത്തെ ഒരു വിഷയമാണ് ഇവിടെ കാണുവാൻ തകൊണ്ടുമില്ല. ഈ വിധത്തിലുള്ള വിഷയം തന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ യേശുവിനെ കുറിച്ച് കേൾപ്പാൻ തകൊണ്ടുമില്ല. കേൾക്കുവാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൾ മാത്രമല്ല, ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഓരോ ദിവസവും യേശുവിനെ സംബന്ധിച്ചുള്ള വർത്തമാനം കേൾക്കുവാൻ തകൊണ്ടുമിടയാകും കേട്ടോ. പ്രശ്നം എന്നാണെന്നറിയാമോ? ഒത്തിരി പേര് കേൾക്കുന്നതിനോട് എതിർക്കും. വേറെ ചിലരുണ്ട്, ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ അത് കളയും. പക്ഷേ വിടുതൽ പ്രാപിച്ച ഈ സ്ത്രീയിൽ ഞാൻ കാണുന്ന ഗുണം എന്താണെന്ന് അറിയാമോ? അവൾ യേശുവിനെ കുറിച്ച്, അവൻ ദൈവപുത്രനാണ്, വിടുവിക്കുന്നവനാണ്, നല്ലവനാണ്, അത്ഭുതകാരനാണ് എന്നൊക്കെ കേൾക്കുവാൻ തക്കൊണ്ടും ഇടയായപ്പോൾ ആ വർത്തമാനത്തോടെ എതിർത്തില്ല. ഈ ചെവി കൂടെ കേട്ട് ഇപ്പുറത്തൂടെ കളഞ്ഞില്ല. അവൻ കേട്ടത് എന്ത് എന്ന് ശരിക്കൊന്ന് വിലയിരുത്തി കഴിഞ്ഞിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് അവൾ ഓടി ചെല്ലുവാൻ തക്കൊണ്ടും ഇടയായി. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്നോട് ഞാൻ വിളിച്ചു പറയുന്നത് ശ്രദ്ധിക്കുക. വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ പക്ഷത്ത് നിന്ന് നീ മുന്നോട്ട് വെക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: യേശുവിൻ്റെ അടുക്കലേക്ക് ഓടുവാൻ തക്കവണ്ണം നീ ബന്ധപ്പെടേണ്ടത് ആവശ്യമാണ്. പലതും നിന്നെ പിന്നോക്കം വലിക്കുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. പല തടസ്സങ്ങൾ നിന്റെ മുമ്പിൽ കാണും. നിന്റെ ബുദ്ധി പോലും ചിലപ്പോൾ നിന്നോട് പറയും, ഇതുവരെ നടക്കാഞ്ഞത് ഇവന്റെ അടുക്കൽ ചെന്നിട്ട് എന്ത് കാര്യം, എന്ത് നടക്കും അവിടെയെന്ന്. പക്ഷേ പരീക്ഷണാർത്ഥമെങ്കിലും യേശുവിൻ്റെ അടുക്കൽ എത്തിപ്പറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇന്ന് പകല് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, അവനെ കെട്ടിപ്പിടിച്ച എല്ലാവർക്കും
ഒന്നേ പറയാനുള്ളൂ. കച്ചിത്തുരുമ്പാണെന്ന് വിചാരിച്ച കെട്ടിപ്പിടിച്ചത്, പക്ഷെ കെട്ടിപ്പിടിച്ച മനസ്സിലായി പിടിച്ചത് പുളിങ്കൊമ്പേലാണെന്ന്. അതൊടിയത്തില്ല. എന്നെ ഉയർത്തുന്ന പുളിങ്കൊമ്പാണ് അത്. മനസ്സിലാകുന്നവർ കൂട്ടത്തിലുണ്ടെങ്കിൽ കരങ്ങളൊന്ന് ചേർത്തടിച്ച് എൻ്റെ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിക്കേ. ഹല്ലേലൂയ. റൺ ടു ഹിം. കേട്ടോ, അവൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലുവാൻ തക്കണമിടയാകണം. ചെന്നാൽ എന്ത് ചെയ്യണം? ഞാൻ പറയും, അവൻ്റെ മുമ്പിൽ ചെന്ന് മസിൽ പിടിച്ചിരിക്കരുത്. കേട്ടോ, മസിൽ പിടിച്ചിരിക്കരുത്. ഒത്തിരി പേരെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ കണ്ടുപരിചയമുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ്. കേട്ടോ, ചിലർ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലേണ്ടതിന് നല്ല അലക്കി തേച്ച ഒരു സാധനമൊക്കെ ഇട്ട് അങ്ങ് ഇറങ്ങും. കാഞ്ചീപുരം പട്ടാകാം, മാന്യൂസിൻ്റെ ഷർട്ടാകാം, എന്തുമാകട്ടെ, ഇതും ഇട്ട് നേരെ അങ്ങ് ചേറി ചെല്ലും. പക്ഷെ ചെന്ന് ദൈവം മുമ്പാകെ ഇരിക്കുമ്പോൾ ഭയങ്കരമായ ചില നിർബന്ധങ്ങളുണ്ട്. ഷർട്ട് ചുളുങ്ങാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? കൈയടിക്കുന്ന സമയത്ത് അദ്ദേഹം മാത്രം ഈ വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ തേച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. ചിലർക്ക് ഭയങ്കര നിർബന്ധമാണ്. തുള്ളാൻ പാടില്ല, ചാടാൻ പാടില്ല, ബഹളമുണ്ടാക്കാൻ പാടില്ല. കാഞ്ചീപുരം പട്ടുടയരുത്, വന്നതുപോലെ തിരിച്ചു പോകണം. എന്താ ഇങ്ങനെ 40 രൂപ കൊടുത്ത് തേപ്പിച്ചതാ പറയുവാൻ കൊണ്ട് വേണ്ടിയാവും. കേട്ടോ, ഹല്ലേലൂയ. അതാ പ്രശ്നം. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, ദൈവത്തിൻ്റെ പൈതലേ, കുടുംബ മഹിമ നോക്കി, ഞാൻ ഈ ലോകത്തിൽ സമൂഹത്തിൽ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നതെന്ന് നോക്കി, ഭയങ്കര ഡിഗ്നിഫൈഡ് ആയിട്ട് ഷർട്ടും പാൻറ്റും ഉടയാതെ, സാരി ചുളുങ്ങാതെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നാൽ എനിക്കൊരു ഉപദേശമേ പറയുവാനുള്ളൂ. നിന്റെ ഡിഗ്നിറ്റി അവൻ്റെ ഡിവിനിറ്റിയെ എൻകൗണ്ടർ ചെയ്യുന്നതിന് ഒരിക്കലും ഒരു തടസ്സമാകുവാൻ പാടുള്ളതല്ല. നീ മനസ്സിലാക്കണം ആരുടെ മുമ്പിലാണ് നീ നിൽക്കുന്നതെന്ന്. ഇന്ന് നിനക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, ഔന്നത്യം, നിനക്കുള്ള പദവികൾ, നിനക്കുള്ള പണം, നിനക്കുള്ള കഴിവുകൾ, ഇതെല്ലാം നിനക്ക് ദാനമായി തന്നവന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നെങ്കിൽ, അപ്പോഴാണ് ഈ ദാനങ്ങളെ ചൊല്ലി അഹങ്കരിക്കുന്നതിന് പകരം ദാതാവിനെ നോക്കി, നന്ദി കർത്താവേ, ചോദിക്കാതെ തന്നെ നീ എനിക്ക് പകർന്നു തന്ന കൃപകൾക്കായി സ്തോത്രമെന്ന് പറഞ്ഞ് അവനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ആ നിമിഷങ്ങളെ നീ എടുക്കേണ്ടുന്നത്. ശക്തിയായി സ്തുതിക്കുവാൻ പഠിക്കണം, ശക്തമായി ആരാധിക്കുവാൻ പഠിക്കണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ കൂടെ പറയട്ടെ, അവിടെ ചെല്ലുമ്പോൾ ആരെയും നമ്മുടെ പ്രശ്നം അറിയിക്കാതെ ഇങ്ങനെ കെട്ടിയടച്ച് കുത്തിയിരിക്കുന്ന പരിപാടി നിർത്തിയിട്ട് അവനൊരു VIP ആണ്. അവൻ ഏത് വിഷയത്തെയും ഏത് കാലത്തും അത്ഭുതകരമായി കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കി താഴ്മയുള്ള ഹൃദയത്തോടെ നിന്റെ വിഷയം വിസ്താരത്തിൽ തുറന്ന് ഈ വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ നീ പഠിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ശരിക്കും ഒരാളോട് എൻ്റെ വിഷയം പറയണമെങ്കിൽ എനിക്ക് താഴ്മ ധരിക്കുവാൻ കഴിയണം. അല്ലെങ്കിൽ പോസും പത്രാസും ഇങ്ങനെ പിടിച്ചിരിക്കും. എന്തുണ്ട്? നേരത്തെ ഉള്ളതെല്ലാം ഉണ്ട്. നേരത്തെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ താത്തി വെക്കണമെങ്കിലുള്ള വഴിയാണ് ഞാൻ ഈ പറയുന്നത്. കേട്ടോ, കൊണ്ടുവന്നത് എങ്ങാനും ഇവിടെ ഇട്ടേച്ച് അവൻ തരുന്ന സാക്ഷ്യവും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോകാനുള്ള വഴിയാ ഞാൻ ഈ പറയുന്നത്. അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മസിൽ പിടിക്കാൻ നിൽക്കരുത്. ഉള്ള കാര്യം ഉള്ളതുപോലെ തിരുമുമ്പിൽ നീ ഉണർത്തിക്കുവാൻ പഠിക്കണം. വിസ്താരത്തിൽ തുറന്നുകൊണ്ട് പറയുവാൻ പഠിക്കണം. കർത്താവെ, ബലവാനായ ഒരു ശത്രുവും ബലഹീനനായിരിക്കുന്ന ഞാനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ ഈ ബലഹീനനെ സഹായിപ്പാൻ നീ അല്ലാതെ അഖിലാണ്ടത്തിൽ ആരുമില്ല. എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, തൃക്കരമൊന്ന് ചലിപ്പിക്കണമേ, എന്നെ വിടുവിക്കണമേ. ഹല്ലേലൂയ. വിളിച്ചു പറയുവാൻ നീ മടി കാണിക്കരുത്. കേട്ടോ, അങ്ങനെ ചെയ്യുമ്പോൾ നീ താഴ്മ ധരിക്കണമെന്ന് മാത്രമല്ല, നീ അറിയണം അങ്ങനെ ചെയ്യണമെങ്കിൽ നീ അവനിൽ ആശ്രയം വെക്കണം. അവനിത് കേൾക്കുമെന്ന് വിശ്വസിക്കണം, കേട്ടാ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നീ കഴിക്കുന്ന പ്രാർത്ഥന, നിന്റെ വിഷയത്തിന്റെ അവതരിപ്പിക്കൽ, അവനിലുള്ള ആശ്രയത്തിന്റെ, അവനിലുള്ള വിശ്വാസത്തിന്റെ, ഹല്ലേലൂയ, നിന്റെ താഴ്മയുടെ ഒക്കെ ഒരു അടയാളമാണെന്ന് നീ ഗ്രഹിക്കുവാൻ തക്കണമിടയാണ്. ആ മനോഭാവത്തോടു കൂടി വേണം നിന്റെ വിഷയം നീ ദൈവം മുമ്പാകെ അവതരിപ്പിക്കുവാൻ തക്കണം. കേട്ടോ, അവതരിപ്പിച്ചു കഴിഞ്ഞാലോ പിന്നെ എന്നാ നടക്കും? ആമേൻ പറയുന്നുണ്ടെ അത്ഭുതം നടന്നാൽ സ്തോത്രം. കേട്ടോ, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ആമേൻ പറയുമ്പോൾ അത്ഭുതം നടന്നാൽ സ്തോത്രം. അങ്ങനെ ചിലപ്പോഴൊക്കെ നടക്കാറുണ്ട് താനും. പക്ഷേ 99.99% നടക്കാൻ സാധ്യത എന്താണെന്ന് അറിയാമോ? നിനക്ക് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹമുള്ളതിനേക്കാൾ 1000, 1500 ഇരട്ടി നിന്നെ അനുഗ്രഹിച്ച് വിടുവിപ്പാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, നീ ചോദിക്കുന്നതിൽ നിനക്കുന്നതിൽ അത്യന്തം പരമായ ചിലത് നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു തരുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് അന്നേരം നിർണയിക്കും. പ്രാർത്ഥിച്ചവൻ ആമേൻ പറഞ്ഞു, എന്നോട് അനുഗ്രഹവും വിടുതലും ചോദിക്കുക, അവൻ്റെ വിശ്വാസത്തെ ഒന്ന് അളക്കാം, എന്നിട്ട് അളവ് നോക്കി അവന് പ്രതിഫലം കൊടുക്കാം. കാര്യം ഗ്രഹിച്ചെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. പ്രാർത്ഥിക്കുന്നത് വരെ വെളിപ്പെടാത്ത ശോധനകൾ ചിലപ്പോൾ പ്രാർത്ഥിച്ച ആമേൻ പറയുന്നുടനെ വെളിപ്പെട്ടു വരുവാനിടയാവും.
പക്ഷെ അവിധം ഒരു ശോധനയുടെ മുമ്പേ പതറി പതുങ്ങി പരാജിതൻ എന്നോണം തല താഴ്ത്തി നീ നിൽക്കുകയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിന്നെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇത് നിന്നെ തളർത്താനും തകർക്കാനും വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് അല്ല. നിന്റെ വിശ്വാസത്തിൽ നീ ഒന്ന് ഉറച്ചു നിന്നാൽ, അതിൻ്റെ അളവ് വലുതെന്ന് തെളിയിക്കുവാൻ നിനക്ക് കഴിഞ്ഞാൽ, സൈന്യത്താൽ ശക്തിയാൽ നടക്കാത്ത ചിലത് തൻ്റെ ആത്മാവിനാൽ അവൻ ചെയ്തു തന്നിട്ട് തന്നാൽ മാത്രം സംഭവ്യമായ ചിലത് നിന്റെ ജീവിതത്തിലേക്ക് റിലീസ് ചെയ്ത്, മകനെ നിന്റെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞ് അതിനൊത്തവണ്ണമുള്ള പ്രതിഫലമായി ഞാൻ തന്നിരിക്കുന്നതെന്ന് സാക്ഷിക്കുവാൻ നിനക്ക് ഞാൻ ഇടതരുമെന്ന് കർത്താവ് പറയുക. അതിന് ഈ വിശ്വാസത്തിന്റെ ശോധന വെളിപ്പെട്ട് വരുന്നത് കേട്ടോ. എങ്ങനെ ഇത് വെളിപ്പെട്ട് വരുന്നത് നോക്കണേ. ഈ കനാന്യ സ്ത്രീ യേശുവിന്റെ പിന്നാലെ ഓടിച്ചെന്നു. അവൾ പ്രാപിച്ച വെളിപ്പാടിനൊത്തവണ്ണം അവനോട് വിളിക്കുവാൻ തുടങ്ങി, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. യേശുവേ എന്നല്ല, കർത്താവേ ദാവീദ് പുത്ര. എന്താ അവൾ പറയുന്നത്? കേട്ട വർത്തമാനത്തോടൊത്തവണ്ണം വെളിപ്പെടുവാനിരുന്ന വാഗ്ദത്ത മശീഹ ഇവൻ തന്നെ എന്ന് അംഗീകരിച്ച്, ഇവൻ ദൈവപുത്രൻ എന്ന് അംഗീകരിച്ച്, എന്നെ വിടുവിപ്പാൻ മതിയായവനെന്ന് അംഗീകരിച്ച് ആ വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചിൽ അവൾ നടത്തുന്നത് കേട്ടോ. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്നെ വിടുവിക്കണമേ, എൻ്റെ മകൾ ഭൂതോപദ്രവമായി കിടക്കുകയാണ്. അവൾ പറയുന്നതിൻ്റെ അർത്ഥം എനിക്കറിയാം, മാനുഷിക പ്രശ്നങ്ങളെ അല്ല, ആ മാനുഷിക പ്രശ്നങ്ങളെയും നിനക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയും. കാരണം നീ അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ്, അത്യുന്നതനായ ദൈവമാണ്, അത്ഭുത കാരണനാണ്. നിനക്ക് അസാധ്യം യാതൊന്നുമില്ല, യാതൊന്നുമില്ല. നമ്മളാണെങ്കിൽ ഈ സ്ഥാനത്ത് എന്തു പ്രതീക്ഷിക്കും അടുത്തത് നടക്കുമെന്ന്? ഞാൻ വിശ്വസിക്കുന്നത് പറയട്ടെ, കർത്താവ് വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ സുവിശേഷം കേൾപ്പിച്ച് നമ്മളെ വിളിച്ചപ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്നവനാണ് നമ്മളെങ്കിൽ, അതിനെ അംഗീകരിപ്പാൻ കർത്താവിന് മുമ്പിൽ കീഴ്പ്പെടുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനാണെങ്കിൽ, താഴ്മയോടെ പ്രാർത്ഥിപ്പാൻ, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ, ദൈവാശ്രയത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇട വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആമേൻ പറഞ്ഞു കഴിയുന്ന നമ്മുടെ പ്രത്യാശ? നമ്മൾ വിചാരിക്കും കർത്താവ് ഇപ്പം ഹല്ലേലൂയ നമുക്ക് നേരെ കൈ നീട്ടിയിട്ട് വ്യക്തമായ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ആ അത്ഭുതത്തിന് ഇനിയിപ്പോൾ ഒരാഴ്ച ബാക്കി ഉണ്ടെങ്കിൽ ഇതുവരെ ഹല്ലേലൂയ ഇല്ലാത്ത രീതിയിൽ കർത്താവ് നമ്മളെ നോക്കി ആരെങ്കിലും കൊണ്ട് തലയിലൊന്ന് കൈവച്ച് പിടിച്ചു കുലുക്കി ഞാൻ നിന്നെ വിടുവിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുമെന്ന് അല്ലേ? ഒത്തിരി പേരെ എനിക്കറിയാം, അത്ഭുതം നടന്നില്ലേ പോലും ദൈവം എന്നോടൊന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നത്. അയ്യോ വലിയ ദൂരൊന്നും വേണ്ട, 1 മണിക്കൂർ പ്രവചനമൊന്നും എനിക്ക് കേൾക്കണ്ട, എന്നോടൊന്ന് പറഞ്ഞാൽ മതി, മകളെ ഞാൻ നിന്നെ കാണുന്നു. മതി മതി, അത്ര മതി, അത്രയും മതി. പക്ഷെ ഇവിടുത്തെ വിശ്വാസത്തിന്റെ ശോധന വെളിപ്പെട്ട് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? വചനം പറയുന്നു, കനാന്യ സ്ത്രീ ഇത്രയും ജനത്തിന്റെ മുമ്പാകെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് തൻ്റെ അകത്തളത്തിലിരിക്കുന്ന, വീട്ടിനകത്തളത്തിലിരിക്കുന്ന പ്രശ്നത്തെ വിളിച്ചുകൂകി അവനെ അറിയിച്ചു കഴിഞ്ഞ് അത്ഭുതത്തിനായി കണ്ണും തുറന്ന് ഇരിക്കുന്ന സമയത്ത് യേശു ഒരു വാക്ക് പോലും മിണ്ടിയില്ല. ഒരു വാക്ക് മിണ്ടിയില്ല. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശോധനകളിൽ ഒന്നാണ് ഇവിടെ ഹല്ലേലൂയ എഴുതപ്പെട്ടിരിക്കുന്നത് കേട്ടോ. എന്താ ഈ ശോധനയുടെ പേര്? ഞാൻ അതിനൊരു പേര് കൊടുക്കും, യേശുവിൻ്റെ മൗനം. യേശുവിൻ്റെ മൗനം. ഇടയ്ക്കിടയ്ക്ക് കേട്ടോ യേശു കർത്താവ് ഇങ്ങനെ നമ്മളെ നോക്കി, മോനെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ, അടുത്ത വളവ് തിരിയ്, അപ്പൊ ശരിയാവും കേട്ടോ. ഇപ്പൊ 2019 ആയുള്ളൂ, 2021 ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ മുന്നോട്ട് നടക്കാൻ നമുക്ക് ഒരു പ്രചോദനമുണ്ട് അല്ലേ? പക്ഷേ ചില ദിവസങ്ങളിൽ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയവുമായി, എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലവുമായി നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിന് മുമ്പ് തൊട്ടേ പ്രാർത്ഥന തുടങ്ങി, കുളിച്ചേച്ച് വരുന്ന പ്രാർത്ഥിച്ചേച്ച് വരും, കർത്താവേ ഇന്ന് എനിക്ക് വേണ്ടി ഒന്ന് അത്ഭുതം ചെയ്യണം, അല്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കുകയെങ്കിലും വേണം. ആകാംക്ഷയോടെ ഇരിക്കുകയാണ്, ആവശ്യബോധത്തോടെ ഇരിക്കുകയാണ്. സ്തോത്രം പറയുന്നതിനൊക്കെ ഭയങ്കര ആക്കമാണ്. കാരണം എന്താ? എങ്ങനെയും കർത്താവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം, അവൻ എന്നോടൊന്ന് സംസാരിക്കണം, എന്നെ കാണാതെ പോകരുത്. ആശീർവാദം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇപ്പുറത്തിരുന്ന അമ്മിണി എന്നെ നോക്കി പറയുകയാ, ഹല്ലേലൂയ, ഓ ഇന്ന് ദൈവം എന്നോട് സംസാരിച്ചു. അപ്പുറത്തിരുന്ന ശോശാമ്മ പറയുക, ദൈവം എന്നോടും സംസാരിച്ചു. മുമ്പിലിരുന്ന ആളും പിമ്പിലിരുന്ന ആളും അവരുടെ മുഖം കൊണ്ട് തന്നെ നമ്മളോട് പറയുന്നു, ദൈവത്തിൻ്റെ ഇടപെടൽ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണെന്ന്. നമ്മൾ മാത്രം അയ്യോ എൻ്റെ ഭാഷയെ തെറ്റിദ്ധരിക്കരുത്, തിരുവനന്തപുരത്തുകാരനായതുകൊണ്ടാണ് ഒരുമാതിരി പഴം വിഴുങ്ങിയതുപോലെ
എന്നോട് എന്താ ദൈവം സംസാരിക്കാത്തത്? എന്നോട് എന്താ ഒന്ന് ഇടപെടാത്തത്? എന്നെ എന്താ ഞാൻ കാണുന്നുണ്ടെന്നെങ്കിലും ഒന്ന് പറഞ്ഞ് ഉറപ്പിക്കാത്തത്? അനുഭവസ്ഥർക്കറിയാം ഇതൊരു ഭയങ്കര ശോധനയാണ്. അവൻ എവിടെയോ ഇരുന്ന് എന്നെ ഒന്ന് കാണുന്നുണ്ടെന്നറിഞ്ഞാൽ, ഞാൻ ഈ നിലവിളിക്കുന്നത് എവിടെയെങ്കിലും ഇരുന്ന് അവൻ കേൾക്കുന്നുണ്ടെന്ന് ഒന്ന് അറിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കുറച്ചുകൂടെ എളുപ്പമാകും. പക്ഷെ അതവൻ നമ്മളോടൊന്ന് പറഞ്ഞ് ഉറപ്പിച്ചില്ലെങ്കിൽ, അവൻ്റെ ഒരു സ്വരം കേൾക്കാൻ കൈയൊന്നും ചലിപ്പിക്കണ്ട, അത്ഭുതമൊന്നും കാണിക്കണ്ട, ഒരു വാക്ക് അവൻ നമ്മളോട് പറയണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു വന്നിരിക്കുമ്പോൾ ആ ഒരു വാക്കവൻ മിണ്ടാതിരുന്നാൽ, ഒത്തിരി പേരുടെ വിശ്വാസം അവിടെ ആടിപ്പോകും കേട്ടോ. അവർ ചിന്തിക്കാൻ തുടങ്ങും, ശരിക്കും ഇങ്ങനൊരു ദൈവമുണ്ടോ, അതോ എല്ലാം ഒരു തോന്നലാണോ? പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ, അതോ ഇത് ഏതോ സൈക്കാട്രിസ്റ്റ് ഊശാന്താടിയും തടകി ടി വിയിലിരുന്ന് പറഞ്ഞതുപോലെ മൊത്തം ഒരു എസ്കേപ്പിസമാണോ എന്ന്? മൊത്തം അങ്ങനെയാണോ? ഒരു തോന്നലാണോ? 1000 പേരെ എടുത്താൽ 999 ഇവിടെ അടിപ്പെടും. ബാക്കി നിൽക്കുന്ന ഒരെണ്ണം ഞാൻ ആടും വിശ്വാസത്തിൽ. ഓടുന്നവനും ആടുന്നവനും വിടുതൽ പ്രാപിക്കാതെ ഇരിക്കുമ്പോൾ, വിടുതൽ പ്രാപിച്ച ഈ സ്ത്രീയുടെ ഗുണമെന്നാന്നറിയാമോ? അവൻ മിണ്ടാതെ നടക്കുമ്പോഴും ഹല്ലേലൂയ, അവൾ മുമ്പോട്ട് തന്നെ അവനോടൊപ്പം നടക്കുവാൻ തീരുമാനിച്ചു. അവൾ തീരുമാനിച്ചു, ഞാൻ വന്നത് അവനെ കണ്ടേച്ചു പോകാനല്ല, അവങ്കൽ നിന്ന് ചിലത് കൊണ്ടുപോകാനാ. എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടല്ലാതെ ഞാൻ അവങ്കൽ നിന്ന് പിടിവിടുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ അവൻ്റെ പിന്നാലെ നടക്കും, ഞാൻ അവങ്കൽ നിന്ന് പ്രാപിക്കുമ്പോൾ അവൻ്റെ കൂടെ നടക്കും. നമ്മൾ അവളോട് ചോദിക്കണം, സ്ത്രീയെ എങ്ങനെ നീ പിടിച്ചു നിൽക്കുന്നത്? എങ്ങനെ നീ പിടിച്ചു നിൽക്കുന്നത്? അവൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് പോലും കിട്ടാതിരിക്കുമ്പോൾ എങ്ങനെ നീ പിടിച്ചു നിൽക്കുന്നത്? നമ്മൾ തന്നെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവളോട് പറയും, എൻ്റെ അമ്മാമേ, സത്യം പറഞ്ഞാൽ ഇതുപോലൊരു സാഹചര്യം നമ്മളായപ്പോൾ ആകെപ്പാട് ഇരുട്ട് കയറും കണ്ണിൽ. വെളിച്ചത്തിൻ്റെ ഒരു കിരണം, ഒരു കണിക കാണാനില്ല. എങ്ങോട്ടാണ് നടക്കുന്നത്, എന്തുവാ ഇത്, ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ ഒന്നും മിണ്ടുന്നില്ല. എങ്ങനെ പിടിച്ചു നിൽക്കും? ആ സ്ത്രീ എന്തു പറയുമെന്നറിയാമോ? അവൾ പറയും, ചുറ്റും ഇരുട്ട് കയറുന്ന നിമിഷങ്ങൾ വരാം, പക്ഷേ എല്ലാം ഇരുണ്ടിരിക്കുമ്പോൾ അവൻ അന്നേരം ഒന്നും പറയുന്നില്ല എങ്കിലും ഹല്ലേലൂയ, പണ്ട് വെളിച്ചത്തിൽ അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങളെ അന്നേരം വേണം മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം. കാര്യം ഗ്രഹിച്ചവരാരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിൽ കാണാതിരിക്കത്തില്ലല്ലോ. അവർ മാത്രം കരങ്ങളൊന്ന് ചേർത്തടിച്ച് എൻ്റെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പണ്ട് വെളിച്ചമുള്ള ശുഭതയുടെ കാലങ്ങളിൽ കർത്താവ് നീ ചോദിക്കാതെ തന്നെ നിന്നോട് അരുളി ചെയ്ത ചില വാഗ്ദത്തങ്ങളിലെ ഇന്നും അത് നിവർത്തിയാകാതെ നിൽക്കുകയാണോ? ഓർത്തോണം, നിന്നോട് വാക്ക് പറഞ്ഞവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമാണ്. ആ വാഗ്ദത്തങ്ങളിൽ ഒരെണ്ണം പോലും അഫലമായി പോകത്തില്ല. ആ വാഗ്ദത്തങ്ങൾ എല്ലാം പൂർത്തിയാകുന്നത് വരെ നിന്നെ ഒരു ചുക്കും ചെയ്യുവാൻ ഒരു സാത്താന്റെ ശക്തിക്കും കഴിയത്തില്ല. ഞാൻ പട്ടുപോകാൻ അവൻ അനുവദിക്കത്തില്ല. മരുഭൂമിയിലേക്ക് കൈപിടിച്ചിറക്കിയവൻ കനാനിൽ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവൻ എന്നെ കൊണ്ടെത്തിക്കും. കാണിക്കുമെന്ന് പറഞ്ഞത് അവൻ കാണിക്കും. പ്രാപിക്കുമെന്ന് എന്നോട് വാക്കു പറഞ്ഞതെല്ലാം അവൻ എനിക്ക് കൈവശാവകാശമായി നൽകിത്തരും. ആ ഉറപ്പോടെ വേണം ഇരുളടഞ്ഞ ഈ പാതയിൽ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ. ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് പണ്ട് കർത്താവ് നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? നിന്റെ നാളെ അനുഗ്രഹിക്കപ്പെടുമെന്ന് അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ തലമുറകൾ യഹോവയാൽ ഉപദേശിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ ഞെരുക്കം മാറുമെന്ന് അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകനോട് പറഞ്ഞെങ്കിൽ സ്തോത്രം. പക്ഷെ ചില ഘട്ടങ്ങളിൽ പ്രവാചകനൊന്നും നമ്മുടെ മുറിക്കകത്ത് കയറി വരാൻ നോക്കത്തില്ലെന്നേ. കരഞ്ഞ് കലങ്ങി നമ്മൾ ഇരിക്കുന്ന സമയത്ത് തുറന്നു കിടക്കുന്ന ജനലിലൂടെ ഒരു മന്ന മാരുതൻ ഇങ്ങനെ അടിച്ചു വന്ന് നമ്മുടെ മുമ്പിൽ നമ്മൾ തുറന്നു വെച്ചിരുന്ന ആ ബൈബിളിൻ്റെ പേജുകളെ ഇങ്ങനെ ഒന്ന് മറിച്ച് വേറെ ഒന്നും കാണാനൊക്കാത്ത പോലെ കരഞ്ഞിരിക്കുന്ന നമ്മുടെ കണ്ണുകളിൽ പെട്ടെന്ന് അതിനകത്ത് ഒരു വാക്യം ഇങ്ങനെ തെളിയിച്ചു തന്ന് അവൻ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ ഓർക്കണം,
ആ ഘട്ടത്തിൽ വേറെ ആർക്കും നമ്മളെ ആശ്വസിപ്പിക്കുവാൻ പറ്റാത്തപ്പോൾ, ഉറപ്പിക്കുവാൻ പറ്റാത്തപ്പോൾ, നമ്മുടെ ജീവിതത്തോട് ഇടപെടുവാൻ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ തൽപരനായിരുന്ന കർത്താവ്, നമ്മളോട് സ്നേഹം കാണിച്ച കർത്താവ് ഈ ഇരുണ്ട വഴിയിൽ നമ്മളെ ഇട്ടേച്ച് പോകത്തില്ല. അവൻ കൂടെ ഉണ്ട്. ഇപ്പോഴവനൊന്നും മിണ്ടുന്നില്ലെന്ന് വിചാരിച്ച് അവൻ നമ്മളെ കൈവിട്ടെന്ന് ആലോചിക്കുന്നതിന് പകരം പണ്ടവൻ നമ്മളോട് പറഞ്ഞതൊക്കെ ഇപ്പോഴാണ് ഓർക്കേണ്ടുന്നത്. കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടേണ്ടുന്ന ആവശ്യകത ഇല്ല. കാരണം എന്താ? അവൻ എന്നോട് കൂടെ ഉണ്ട്. എങ്ങനെ അറിയാം? അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല എന്ന്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, ശത്രുക്കളുടെ വലിയ കൂട്ടം നിനക്കെതിരെ വന്നു നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശത്രു വരുമ്പം പ്രത്യാശ അറ്റുപോകരുത്, പ്രത്യാശ വെക്കണം. എന്തോന്നിൽ അവൻ എനിക്ക് പന്തി ഒരുക്കുകയാണ്. അവിടെ പ്രഥമ സ്ഥാനത്തിരുത്തി ഇവന്മാരുടെ മുമ്പിൽ അവൻ എന്നെ മാനിക്കുവാൻ തക്കൊന്നുമില്ലാകും. നീ ഇരുട്ടത്താകുമ്പോൾ വെളിച്ചത്തിൽ അവൻ നിന്നോട് പണ്ട് പറഞ്ഞതൊക്കെ ഓർക്കണം, അതിനെ മുറുകെ പിടിക്കണം. അങ്ങനെ ഈ ശോധനയെ നിനക്ക് തരണം ചെയ്യുവാൻ കഴിയുന്നത് അതാ നീ ചെയ്യേണ്ടത്. വിടരുത്, മുന്നോട്ട് തന്നെ പോകണം. മുന്നോട്ട് പോയാൽ എന്ത് പറ്റും? നിനക്ക് കൃപ കൂടുതലാണെങ്കിൽ അടുത്ത ശോധന വെളിപ്പെടും കേട്ടോ. അതാണ് നടക്കാൻ പോകുന്നത്. അടുത്ത ശോധന എങ്ങനെ ഇരിക്കും? ഇതുവരെയുള്ള ശോധന യേശുവിൻ്റെ മൗനമാണെങ്കിൽ ഇപ്പോഴത്തെ ശോധന എന്താണെന്നറിയാമോ? യേശുവിൻ്റെ അടുത്ത ആളുകളെല്ലാം കൂടെ സംസാരിക്കാൻ തുടങ്ങി. അപ്പസ്തലന്മാരെ ഇവളെ നിർത്തിക്കൊണ്ട് യേശുവിനോട് പറയുക, എന്തോ ബഹളമാണെന്നറിയാം, ഇതിനെ പറഞ്ഞുവിട്, പറഞ്ഞുവിട് കർത്താവേ, പറഞ്ഞുവിട്, പറഞ്ഞുവിട്, പറഞ്ഞുവിട്. ഇതുപോലൊരു ശോധന വെളിപ്പെടുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിൽ പലരും ഒതുങ്ങിപ്പോകും. കാരണം എന്നാ? യേശുവിനോട് അടുപ്പമുണ്ടെന്ന് അവകാശം പറയുന്നവരാ നമ്മളോട് ഇപ്പോൾ പറയുന്നത്, ഈ തുള്ളലും ചാട്ടവും നമ്മുടെ രീതിയും ഒന്നും ശരിയല്ല, ഇങ്ങനെ നിന്ന് അടുപ്പിക്കത്തില്ല, നിന്നെ ഓടിച്ചു കളയുമെന്നൊക്കെ. ഇവളോട് മാത്രമല്ല, പണ്ട് ഭർത്തിമായിയോടും പറഞ്ഞതാ. ഒരുമാതിരി കുടുംബത്തിൽ പിറക്കാത്ത പോലും. ഭർത്തിമായി എന്നെ അടുത്തെന്നറിയാമോ? അവനോട് മൗനമായി ഇരിപ്പാൻ പലരും പറഞ്ഞപ്പോൾ അവൻ കുറെ കൂടെ ഉച്ചത്തിൽ പറഞ്ഞു, ദാവീദുപുത്രാ, എന്നോട് കരുണ ഉണ്ടാകണമേ, വിളിക്കാൻ തുടങ്ങി. എടാ എന്തുവാടെ ഈ ബഹളം? നിന്നോട് നിർത്താനല്ലേടാ പറഞ്ഞത്? ചവിട്ട് വാങ്ങിക്കണോ? മാന്യന്മാരുടെ ഇടയിൽ നിന്നെ കേറ്റാൻ കൊള്ളത്തില്ലയോ? ഭർത്തിമായി ഉത്തരം പറയും, മാന്യന്മാരുടെ ഇടയിൽ കുറേ നാൾ ഞാൻ ഇരുന്നതാ, കാരണയുടെ ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാമെന്നവൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവൻ എൻ്റെ മുമ്പിൽ കൂടെ നടന്ന് എന്നെ പാസ് ചെയ്ത് പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. അവൻ്റെ ശ്രദ്ധ എനിക്ക് എങ്ങനെയും എത്തിപ്പിടിക്കണം. അവൻ എന്നെ ഒന്ന് നോക്കിയാൽ മതി, എനിക്ക് വേണ്ടി ഒന്ന് തിരുവായി മൊഴിഞ്ഞാൽ മതി. അതിൽ എൻ്റെ കാര്യം നടക്കും, കാര്യം നടക്കും. അതാ ഇവളുടെയും കാര്യം കേട്ടോ. അവൾ ഇവരെയൊക്കെ നോക്കി. അച്ചാച്ചന്മാരെ നേരത്തെ കർത്താവിൻ്റെ അടുക്കൽ വന്നവരാ, സത്യം. നിങ്ങൾക്ക് കർത്താവിനെ കുറിച്ച് എല്ലാം അറിയാം, സത്യം. പക്ഷെ നിങ്ങളുടെ വാക്കും കേട്ട് ഞാൻ മൗനവും പാലിച്ച് തിരിഞ്ഞു നടന്ന എൻ്റെ കാര്യം നടക്കുകയില്ല. എൻ്റെ കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ഈ യേശു പ്രവർത്തിച്ചല്ലാതെ വീട്ടിലോട്ട് തിരിച്ചു പോകാനൊക്കത്തില്ല. നീറുന്നൊരു വിഷയം ഞാൻ അവിടെ വിട്ടേച്ച വന്നിരിക്കുന്നത്. തിരിച്ചെത്തുമ്പോഴത്തേക്കും അതൊരു ദൈവം പ്രവർത്തിച്ചതിൻ്റെ സാക്ഷ്യം എനിക്ക് കാണണം. അവിടെ ഒരു വിടുതൽ എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ മൗനമായി ഇരിക്കുകയില്ല. എനിക്ക് എൻ്റെ യേശുവിൻ്റെ മുമ്പിൽ നിലവിളിച്ചേ പറ്റത്തുള്ളൂ. ഒരിടയ ശുശ്രൂഷ വഹിച്ചിട്ട് കുറേ കാലമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ആവശ്യക്കാരൻ്റെ നിലവിളിയും അല്ലാത്തവൻ്റെ പ്രാർത്ഥനാ ശൈലിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നിന്റെ നിലവിളി കാണുമ്പോഴറിയാം നിനക്ക് എത്ര ആവശ്യബോധമുണ്ട്. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ വിളി കേൾക്കുന്ന കർത്താവിന്, നിന്റെ രീതി കാണുന്ന കർത്താവിന് വീട്ടിൽ നീ എത്തുന്നതിന് മുമ്പ് നിന്റെ വിഷയം വിടുവിക്കപ്പെടണമെന്ന് ഒരു ബോധം തോന്നുമോ? ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ വിളിയുടെ ശൈലി അങ്ങ് മാറ്റിക്കോ. ഇതൊരു വിശ്വാസത്തിൻ്റെ ശോധനയാ. ഏതു വിധേനയും നില വിട്ട്, നില മറന്ന്, നില നിനക്ക് തന്നവൻ്റെ മുമ്പിലാണ് നീയെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ, അവങ്കിൽ നിന്ന് അല്ല നീ അപേക്ഷിക്കുന്നത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഒരു വിളി വിളിച്ചേ. ഹല്ലേലൂയ. ആ ശോധനയും അവൾ തരണം ചെയ്തു. അല്ല, ഇതാ മൂന്നാമത്തെ ശോധന വെളിപ്പെടുകയാണ്. എന്താണെന്നറിയാമോ? ഇതുവരെ മൗനം പാലിച്ചിരുന്ന കർത്താവ്
അപ്പസ്തലന്മാരുടെ ഈ ബഹളമൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു തിരിഞ്ഞേച്ച് അവളോട്, പ്രാർത്ഥിക്കുന്നവളോട്, നിലവിളിക്കുന്നവളോട് ഒരു വാചകം പറഞ്ഞു. കൊച്ചേ, ഇത് ഞാൻ ചേർത്തതാണ് കേട്ടോ. കൊച്ചേന്നൊന്നും വിളിച്ചില്ല, ഒരുമാതിരി ഒരു നോട്ടം. താടി മുടിയൊക്കെ കൊണ്ട് സുന്ദരകുട്ടപ്പനാ, എന്നാലും യേശു ഇങ്ങനെ നോക്കിയിട്ട് ഒരു ദേഷ്യം പോലെ ഒരു നോട്ടം. എന്നിട്ട് പറയുക, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് എന്നെ അയച്ചിരിക്കുന്നത് നിന്റെ അടുക്കലേക്ക് അല്ല കേട്ടോ. എന്തോ ഈ ശോധനയെന്നറിയാമോ? എന്തോ ഈ ശോധനയെന്നറിയാമോ? യേശു കർത്താവ് അവളിലെ ഒരു കുറവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അവളുടെ ഒരു കുറവിലേക്ക്. പക്ഷെ ഈ കുറവിന് ഒരു ഭയങ്കരതയുണ്ട്, ഒരു ഭയങ്കരതയുണ്ട്. എന്തോന്നറിയാമോ? മോനെ, നീ ബീഡി വലിക്കും, അതുകൊണ്ട് നിന്നെ വിടുവിക്കാൻ എനിക്ക് ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ബീഡി വിട്ടാൽ മതിയെന്ന്. കള്ളുകൂടി നിർത്തണം, അങ്ങനെയാണെങ്കിൽ കൊളസ്ട്രോൾ ഞാൻ മാറ്റി തരാം എന്ന് കർത്താവ് പറഞ്ഞാൽ ക്രമീകരിക്കാം അല്ലേ? കള്ളുകൂടി നിർത്തിയാൽ മതി. പക്ഷേ കനാന്യ സ്ത്രീ ആയിരിക്കുന്ന ഒരുവളോട് നീ ഇസ്രായേൽക്കാരത്തി ആയിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിടുവിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തോ ചെയ്യും? എന്തോ ചെയ്യും? തനിക്ക് പരിഹരിക്കാൻ ഒക്കാത്തൊരു കുറവിലേക്കാണ് കർത്താവ് വിരൽ ചൂണ്ടുന്നത്. എന്തോ ചെയ്യും? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടിയേച്ച് പറ, പക്ഷേ ഇവൾ വിടുതൽ പ്രാപിച്ചു. പക്ഷേ ഇവൾ വിടുതൽ പ്രാപിച്ചു. എങ്ങനെയാണെന്ന് നീ മനസ്സിലാക്കണം. യേശു അവളുടെ ജീവിതത്തിൽ അവൾക്കൊരിക്കലും പരിഹരിക്കാൻ ഒക്കാത്തൊരു കുറവിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടുവാൻ ഇടയായപ്പോ വചനം പറയുകയാ, അവള് തല താഴ്ത്തി കമലഹാസൻ സാറിൻ്റെ ഡ്യൂപ്പിനെ പോലെ വാഴവേ മായം കട്ട പോക എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം കേട്ടോ, അവൾ നേരെ നടന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനെ നമസ്കരിച്ചു. ഇംഗ്ലീഷ് ബൈബിളിലെ വേർഡ് കുറച്ചുകൂടെ പവർഫുള്ളാണ് കേട്ടോ. ഇറ്റ് സേസ് ആൻഡ് ഷീ വർഷിപ്ഡ് ഹിം കേട്ടോ, അവനെ ആരാധിച്ചു. നോ, വാട്ട് ഇസ് ദ കീ? അത് നീ മനസ്സിലാക്കണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യന് ചെയ്യുവാൻ പറ്റുന്ന രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥന, പ്രയർ. അതെന്തുവാ? കർത്താവേ തരണേ, കർത്താവേ തരണേ, കർത്താവേ തരണേ എന്ന് പറയുന്നതാണ്. എന്തൊക്കെ തരണം? വെളുത്തുള്ളി, കൊച്ചുള്ളി, വീട്ടുവാടക, പിള്ളേരുടെ ഫീസ്, ഹല, തുണി, മണി, സാരി, കീരി എല്ലാം നമ്മൾ ചോദിക്കും. പ്രയർ. അതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ആവശ്യം നടന്നു കിട്ടണം. ദാറ്റ്സ് പ്രയർ. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇത് അനിവാര്യമാണ് കേട്ടോ, വേണം. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്ന രണ്ടാമത്തെ ഒരു പ്രവൃത്തിയുണ്ട്. അതിൻ്റെ പേര് പ്രാർത്ഥന എന്നല്ല, അതിൻ്റെ പേര് ആരാധന എന്നാണ്. വർഷിപ്പ്. വർഷിപ്പ് എന്താണ്? അതിൻ്റെ ഏറ്റവും ലളിതമായിരിക്കുന്ന നിർവചനം ഇത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്നതിന് താങ്ക് യു പറച്ചിലല്ല വർഷിപ്പ് കേട്ടോ. അല്ല, അതല്ല ആരാധന. അതിൻ്റെ പേര് താങ്ക്സ് ഗിവിങ് എന്നാണ്, നന്ദി പറച്ചിലെന്നാണ്. ആരാധന എന്താണെന്ന് അറിയാമോ? നമുക്ക് ഒരു വെളിപ്പാട് കിട്ടി. ഈ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്, വർത്തി ഓഫ് വർഷിപ്പ്. ഹല്ലേലൂയ. അത് നമ്മുടെ തലയ്ക്കകത്ത് കയറിയത് കൊണ്ട് ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടിയതിനല്ല, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമല്ല, നമ്മൾ എന്താടുക്കുക? അങ്ങോട്ടങ്ങ് കൊടുക്കുകയാണ്. അതാണ് വർഷിപ്പ് കേട്ടോ. ഇവളെന്താ ചെയ്തത്? ആൻഡ് ഷീ വർഷിപ്ഡ് ഹിം. അവൾ ദൈവത്തെ, ഈ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. ആരാധിക്കാൻ തുടങ്ങി. ആരാധിക്കാൻ തുടങ്ങുന്ന ഉടനെ നോക്കണേ, യേശു ഇങ്ങനെ നിൽക്കുന്നു. ഇവൾ ഓടി വന്ന് നമസ്കരിച്ചിട്ട്, ഓ 10,000 സുന്ദരനെ, നിന്നെ പോലൊരു ദൈവം വേറെ ആരുണ്ട്? അല്ല, ഗിലെയാദിലെ നല്ല വൈദ്യനെ, നിനക്ക് അസാധ്യമായി എന്നുണ്ട്? അങ്ങ് സ്തുതിച്ച് ആരാധിക്കുക. യേശു ഉടനെ കേട്ടോ ഇങ്ങനെ നിന്നിട്ട്, അല്ല, യേശു ഇവളെ ഓട്ടിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ.
മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന്. അവള് പിന്നെയും ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കത്തില്ല. പോകുന്നുണ്ടോ? ഇവിടുന്ന് പോകുന്നുണ്ടോ? അപ്പൊ നമ്മൾ ചോദിക്കണം, എന്തിനാ യേശു ഇവിടെ ഇങ്ങനെ ഓടിക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാ ഓടിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇവൾ ഈ കൊടുക്കുന്ന ആരാധനയുണ്ടല്ലോ, കർത്താവിന് കൊടുക്കുന്ന ആരാധന, ഇങ്ങോട്ടൊന്നും കിട്ടിയതിൻ്റെ താങ്ക് യു അല്ല, കിട്ടുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന കൈക്കൂലിയുമല്ല. ഇത് ചുമ്മാ കർത്താവിനും കൊടുക്കുക കേട്ടോ. ആരാധന കൊടുക്കുക. കർത്താവ് ഇവളെ ഓടിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കിട്ടുന്നതെല്ലാം കൂടെ വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോയാൽ ഇവൻ അവക്ക് കടക്കാരനാകും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയായി ബൈബിൾ പറയുന്നു, അവനാർക്കും കടക്കാരനല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവളെ വിടുവിക്കാനല്ല വിളി, ഇവൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനല്ല വിളി. അതുകൊണ്ട് അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ നോക്കുകയാണ് കർത്താവ്. പക്ഷെ അവൾ വിടുകയില്ല, അവൾക്കൊന്നും കിട്ടത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല എന്ന് യേശു പറയുമ്പോഴും അവൾ തീരുമാനിച്ചുറച്ചു, സാരമില്ല കർത്താവേ, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് എനിക്കറിയാം, ഞാൻ നിന്നെ ആരാധിക്കും, ഞാൻ നിന്നെ സ്തുതിക്കും, ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്നെ വന്ദിക്കും. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് നമ്മൾ വല്ലതും ആയിരിക്കണം അല്ലേ? ചണ്ട മണ്ട പൂത്തിരി കൊണ്ട അല്ലേ, എന്നെ പട്ടിന്ന് വിളിച്ചല്ലേ, നമ്മൾ പോയി കളയും. ഈ സ്ത്രീ ഇതിനൊന്നും പോകുന്നില്ല, അവൾ ആരാധിച്ചു കൊണ്ടിരുന്നു. കർത്താവ് അവളെ നോക്കിയിട്ട് പറഞ്ഞു, പക്ഷേ നിന്റെ വിശ്വാസം വലിയതാണ് കേട്ടോ, വലിയതാണ്. എന്നിട്ട് നോക്കണേ, ബൈബിളിലെ ലെസൺസ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ എഴുതി വെച്ചു, പരിശുദ്ധാത്മ പ്രേരണയാൽ എഴുതി വെച്ചു, അവൻ്റെ ഹിതപ്രകാരം എന്ത് ചോദിച്ചാലും നടക്കും, കിട്ടും. ഇവളുടെ വിശ്വാസം വലിയതെന്ന് കണ്ടപ്പോൾ കർത്താവ് പറയുക, കൊച്ചേ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. മനസ്സിലാകുന്നവരാരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ രണ്ട് കൈകളും ഒന്ന് അടിച്ച് എൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ തുടങ്ങുക. You know what happened? ആ സമയം മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഏത് സമയം മുതൽ? യേശു ഈ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടപ്പോൾ. എൻ്റെ വിശ്വാസം വലുത്. രണ്ട് കുത്തിയപ്പോൾ അവിടെ വിടുതലായി. അന്നേരം അവൾക്ക് മനസ്സിലായില്ല, അവൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ, അകത്ത് കയറിയപ്പോൾ, ഓരോന്നോരോന്ന് തല്ലിപ്പൊട്ടിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ തപ്പിയപ്പോൾ അന്നേരം അവൾക്ക് മനസ്സിലായത്, ആരാധിച്ചത് നന്നായി, ദൈവത്തെ സ്തുതിച്ചത് നന്നായി, അവനാർക്കും കടക്കാരനല്ല. എന്തെങ്കിലുമൊക്കെ കിട്ടിയേച്ച് അതിൻ്റെ കുറേ താങ്ക് യു പറഞ്ഞിട്ട് പോകാനല്ല. ദാറ്റ്സ് നോട്ട് വർഷിപ്പ്. എന്തെങ്കിലും കിട്ടേണ്ടതിന് കൈക്കൂലി കൊടുക്കാനല്ല. സ്വോത്രം 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 സ്വോത്രം, അത് വെറും സൂത്രമാണ്, വെറും സൂത്രമാണ്. ഇതാ പരിപാടിയല്ല. അകത്തൊരു ഒരു വെളിപ്പാട്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കും. കിട്ടിയ സ്തോത്രം, കിട്ടിയില്ലേ സ്തോത്രം. ഇന്ന് ചിലതിൻ്റെയൊക്കെ വിശ്വാസം അவ்விധത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങുമ്പോൾ, ഞാനൊരു പ്രവചനം പറയട്ടെ, ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പറയട്ടെ. നീ തിരിച്ചു ചെല്ലുമ്പോൾ വിട്ടേച്ച് ഇങ്ങോട്ട് വന്ന വീട് കാണത്തില്ല അവിടെ. അയ്യോ പ്രളയം കൊണ്ടുപോകുന്നൊന്നുമല്ല, പ്രശ്നഭരിതമായിരിക്കുന്ന ഒരു വീട് വിട്ടേച്ച് ഇങ്ങോട്ട് വന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ സമാധാനത്തിൻ്റെ നിറവ് നീ കാണും.
പ്രത്യാശയ്ക്കുള്ള വക നീ കാണും. ദൈവപ്രവൃത്തിയുടെ പരിണിത ഫലം നീ അവിടെ കാണും. നിന്റെ സാക്ഷ്യം നിനക്കായി കാത്തിരിക്കുവാനുള്ള. ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ, ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അഭിഷിക്തനാക്കാതെ വിടുകയില്ല. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അഭിഷിക്തനാക്കാതെ വിടുകയില്ല. വാക്കുകൾ പോരാ, ഭാവി വാഗ്ദത്തം പോരാ, സാന്നിധ്യം നൽകും സാമീപ്യം മതി. വാക്കുകൾ പോരാ, ഭാവി വാഗ്ദത്തം പോരാ, സാന്നിധ്യം നൽകും സാമീപ്യം മതി. മാർവോടു ചേർത്തന്നെ അണച്ചിടുമോ പ്രിയ, ഇമ്പസ്വരം ഒന്നു കേൾപ്പിക്കുമോ. മാർവോടു ചേർത്തന്നെ അണച്ചിടുമോ പ്രിയ, ഇമ്പസ്വരം ഒന്നു കേൾപ്പിക്കുമോ. ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ, ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അഭിഷിക്തനാക്കാതെ വിടുകയില്ല. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അഭിഷിക്തനാക്കാതെ വിടുകയില്ല. ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ, ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അഭിഷിക്തനാക്കാതെ വിടുകയില്ല. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അഭിഷിക്തനാക്കാതെ വിടുകയില്ല. ഓ ജ്ഞാനത്തിന്റെ വശ്യമായ വാക്കുകൾ വേണ്ട, ആത്മാഭിഷേകത്തിന്റെ കണ്ണുനീർ മതി. ജ്ഞാനത്തിന്റെ വശ്യമായ വാക്കുകൾ വേണ്ട, ആത്മാഭിഷേകത്തിന്റെ കണ്ണുനീർ മതി. ക്രൂശിൻ ചുവട്ടിലത്തെ സ്നേഹം മതി, പ്രിയൻ മാർവോടു ചേർന്നങ്ങു നിന്നാൽ മതി. ക്രൂശിൻ ചുവട്ടിലത്തെ സ്നേഹം മതി, പ്രിയൻ മാർവോടു ചേർന്നങ്ങു നിന്നാൽ മതി. വാക്കുകൾ പോരാ, ഭാവി വാഗ്ദത്തം പോരാ, സാന്നിധ്യം നൽകും സാമീപ്യം മതി. വാക്കുകൾ പോരാ, ഭാവി വാഗ്ദത്തം പോരാ, സാന്നിധ്യം നൽകും സാമീപ്യം മതി. മാർവോടു ചേർത്തന്നെ അണച്ചിടുമോ പ്രിയ, ഇമ്പസ്വരം ഒന്നു കേൾപ്പിക്കുമോ. മാർവോടു ചേർത്തന്നെ അണച്ചിടുമോ പ്രിയ, ഇമ്പസ്വരം ഒന്നു കേൾപ്പിക്കുമോ. അമ്മേ ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ, ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അഭിഷിക്തനാക്കാതെ വിടുകയില്ല. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അഭിഷിക്തനാക്കാതെ വിടുകയില്ല. ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ, ഒന്നു തൊടുമോ എന്നെ, ഒന്നു തൊടുമോ സത്യത്തിന്റെ ആത്മാവേ, ഒന്നു തൊടുമോ. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അഭിഷിക്തനാക്കാതെ വിടുകയില്ല. ഞാൻ നിന്നെ വിടുകയില്ല, ഇല്ല വിടുകയില്ല, അഭിഷിക്തനാക്കാതെ വിടുകയില്ല.